ഇനി കഴി. ഓ അതാണ് വേണ്ടത്. അതാണോ അത്ര മാസം വേണ്ടായിരുന്നു. ഓ അത് ഡബിൾ മാസ് പോര്. ഓ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. Hey guys, welcome back to ഇന്നത്തെ ചാലഞ്ച് ക്വാർട്ടർ ഹാഫ് ഫുഡ് ചാലഞ്ച്. ഗൈസ് ഹാപ്പി ക്രിസ്മസ്. ബ്രോയുടെ ബർത്ത്ഡേ ഞാൻ കേട്ടെ. ബ്രോയുടെ ബർത്ത്ഡേ എന്നല്ല ബ്രോയുടെ ഹാപ്പി ബർത്ത്ഡേ അതിന്റെ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞു കൊടുക്കാം. എന്റെ അടുത്ത് കണ്ടിരുന്നല്ലോ കാണാൻ താല്പര്യമില്ല. അല്ലേ? അതെ ഞാൻ സാന്താക്ലോസ് ഒന്നല്ല. പിന്നെ ഇത്രയും ചെറുപ്പത്തിൽ ഓണത്തിന് ഇത്രയും ചെറുപ്പക്കാരനായ പാക്ക് തൊടല്ലേ ആപ്സ് വർക്കൗട്ട് ചെയ്തോണ്ട് ഇങ്ങനെ തല്ലട ആപ്സ് വർക്കൗട്ട് ചെയ്തോണ്ട് ആപ്സ് വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുക. ആപ്സ് ആവണുള്ളൂ കണ്ട. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സാധനം വരും അവസാനം. അപ്പൊ ഷാറുഖ് ഖാൻ കല്ല് എറിയും. അത് ആ കല്ല് മഴ ഇടിച്ചിട്ട് തിരിച്ച് ഷാറുഖ് ഖാൻ വന്നിട്ടിരിക്കും. ഇന്നത്തെ ചലഞ്ച് പറയുന്നത് ക്വാർട്ടർ ഹാഫ് ഫുഡ് ചലഞ്ച് ആണ്. ഈ ഒരു കൗട്ടാന്നൊക്കെ പറയുന്നത് ഇയാളെ അടിച്ചിട്ടാ ബ്രോ ക്വാർട്ടർ അടിച്ചവരാരും കൗട്ടകളല്ല. ക്വാർട്ടർ അടിച്ചവരാരും കൗട്ടകളല്ല. ഫുൾ അടിച്ചവരാരും മദ്യം ഫുൾ എടുക്കാനല്ലേ നിനക്ക്? തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പാപം കഴിയോ? പാപം ചെയ്ത് കഴിഞ്ഞ് സാന്താക്ലോസ് അല്ല. ഞാൻ ഇത്രയും ചെറുപ്പക്കാരനായ സാന്താക്ലോസിനെ കണ്ടിട്ടുണ്ടോ? ഗൈസ് ഈ ഒരു ബൗളില് 3 ലോട്ടുണ്ട്. ഒരു ക്വാർട്ടർ ഒരു ഹാഫ്. അതായത് നമുക്കൊരു ഫുഡ് ഐറ്റം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ഭാഗം ഹാഫ് കൊടുക്കുന്നത് ഹാഫ് കിട്ടിയ ആൾക്കായിരിക്കും. പിന്നെ ബാക്കി പകുതി ഭാഗത്തിന്റെ ഒരു ഹാഫും ബാക്കി ഹാഫും ക്വാർട്ടർ ആയിട്ട് ബാക്കി പ്ലേസിന് കൊടുക്കും. ഗൈസ് ഒരു ഫുഡ് ഐറ്റം തരും. അതിനകത്ത് ക്വാർട്ടർ കിട്ടുന്ന രണ്ടുപേരും അതിന്റെ ക്വാർട്ടർ ഭാഗങ്ങൾ കഴിക്കും. ബാക്കിയുള്ള അപ്പൊ അതാണ് ചലഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് റൗണ്ടിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ആരാണ് ഫസ്റ്റ് എടുക്കുന്നത്? ഞാൻ എടുക്കട്ടെ. ആരാ? നീയാ? കൊമ്പൻ എടുത്തോ. ഓ ടെൻഷൻ ആയല്ല. നീ എടുക്ക. കണ്ണടക്കണ്ട. എടുത്തോ. തുറന്നോ. ക്വാർട്ടർ നിന്നോട് തുറക്കാൻ പറഞ്ഞോ. എന്തിനാ തുറക്കണത്? പറയില്ല ഇവിടെ. നമുക്ക് എന്നിട്ടാ ഹാഫ് ആയിരിക്കില്ല. ഓക്കെ ക്വാർട്ടർ എനിക്ക് എന്തിനാ ചിലപ്പോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ? മറക്കാതെ ഇതിലിട്. ഫെയർ പ്ലേ നടത്തുള്ളൂ. ആങ്കറേ സ്റ്റാർട്ട് അപ്പ് യുവർ ബ്ലഡി മൗത്ത്. ഇതിലെങ്ങനെയാ ഹാഫും ക്വാർട്ടറൊക്കെ നേരെ ഹാഫ് കട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ അങ്ങനെയാണല്ലേ? ഓക്കെ ഞാൻ അത് എടുക്കണ്ടേ? ഹാഫ് കടിച്ചെടുത്തിട്ട് അങ്ങനല്ല. നിന്റെ അത് ഹാഫ് എടുക്കണത് ഞാൻ എടുത്തിരുന്നു. നീ എടുത്തു തരേണ്ട ആവശ്യമില്ല. ഞാനാണ് ആങ്കർ. മനസ്സിലായ? നീ പ്ലെയർ ആണ് ഇവിടെ. അപ്പൊ നീ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോ എന്തിട്ട് ചെയ്യാ? നീ അത് ചെയ്ത കാരണം ഈ ഒരു ഹാഫ് നീ എടുത്തോ. ഇതിൽ ഏത് ഹാഫ് നീ സെലക്ട് ചെയ്യാ? ഓക്കെ അത് ഫെയർ പ്ലേ. അത് കൂടി നീ ഇത് രണ്ടിന്റെ ഹാഫ്. അല്ല അത് നീ ഫൗള് കാണിച്ച കാരണം അപ്പൊ ഇതെടുത്തോ. ഇത് നിനക്ക്. ഓക്കെ ഇതാണ് നിങ്ങളുടെ ഞാൻ വിധിച്ചു തന്നേക്കണ നിന്റെ ക്വാർട്ടർ നിന്റെ ഹാഫ് കിട്ടിയല്ലോ. സുഖമായല്ലോ. കഴിച്ചോട്ടെ. കഴിച്ചോ. ഒരിക്കലും മുളക് സൈഡ് വെച്ച് കടിക്കരുത്. കൊമ്പ അനുഭവം കൊണ്ട് പറയാൻ നല്ല എരിവായിരിക്കും. അല്ല നീ കഴിക്കുന്നില്ല. ഇവരെല്ലാവരും ക്വാർട്ടർ കഴിച്ചു. നീ ഇതിന്റെ ക്വാർട്ടർ പോലും കഴിച്ചിട്ടില്ല. ഗുഡ്. വെരി ഗുഡ്. നീ ഓക്കെ അല്ലേ?
അതെ ഫസ്റ്റ് റൗണ്ടിൽ മിളക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി അടിപൊളി സാധനങ്ങൾ ഇനി വരും. ഏത് ഞാനിവിടെ ആങ്കർ ആയപ്പോഴേ എനിക്കോ ആലോചിച്ചായിരുന്നു. ബ്രോ ഇത് ജക്ടർ നടത്തണം. ആരുടെ എന്താടാ ഒന്നുമില്ല, നല്ല ഫുഡ് ഐറ്റംസ് വേറെ ഉണ്ടെന്ന്. ഞാൻ എന്തിനാ ഫസ്റ്റ് റൗണ്ട് തന്നെ നിങ്ങൾക്ക് മിളക് തന്നേന്ന് അറിയോ? ഇതാവുമ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല നല്ല സാധനങ്ങൾ എനിക്ക് എടുത്തു വെക്കാം. ഇത് സാധാ ഉച്ചാളുകൾ നടത്തുന്ന ഇതല്ല, ഉച്ചാളുകൾ ആങ്കറായിട്ട് നടത്തുന്ന ചലഞ്ച് അല്ല, ഇത് ജക്ടർ നടത്തുന്ന ചലഞ്ചാ. ജക്ടർ നടത്തുന്ന ചലഞ്ച്. എടാ നീ കഴിച്ചാ അയ്യോ ഹാഫ് അതുപോലെ വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി വരി കൊണ്ടുപോയില്ല. എടാ ചെല്ല് ചെല്ല് കഴിക്കത് ആ കഴിക്കുക. അവരുടെ ഊതി കളയല്ലേ, ഫെയർ ആയിട്ട് കളിക്ക്. കഴിക്കാൻ കൊണ്ട് മൊത്തം വായിലിട്. അങ്ങ അമ്മക്കണ്ട ഇതെന്ത് തെങ്ങത് ഒന്ന് ചവക്കടാ, ചവക്കി. ഞാൻ ചവക്കിരിക്കുന്നത് ഞാനിത് ഫുള്ള് കഴിക്കണം. ഇത് പ്രിപ്പയർ ആവാൻ കുറച്ച് ടൈം വേണം എനിക്ക്. മൈൻഡ് പ്രിപ്പയർ ഇതൊന്ന് കടിച്ച് പൊട്ടിയപ്പോ തന്നെ എനിക്ക് സീൻ മനസ്സിലായി. പറ്റും. വീരൻ സൂരൻ വേട്ടയാടി പോരാ, രാജാതി രാജപെട്ട ഈസിയായി പോരാ. ഓ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ദാറ്റ്സ് ദ സ്പിരിറ്റ് ബ്രോ. ഒരു പ്ലെയർ ആയി കഴിഞ്ഞാൽ ഇതാണ് വേണ്ടത്, ഈ കളിയാണ് വേണ്ടത്, ഈ കളിയാണ് വേണ്ടത്. ഈ കളിയെ ജക്ടർ നടത്തുന്ന ചലഞ്ചിൽ നടത്തും. മനസ്സിലായോ? മൊത്തം കഴിക്കണം. ഓക്കെ ഓക്കെ അല്ലേ? നീ സെറ്റല്ലേ? നീ ഓക്കെ അല്ലേ? എന്താടാ എന്ത് 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 ഇല്ല ഒന്നും താഴെട്ടിട്ടില്ല. ഒരാളും താഴെട്ടില്ല. അതൊക്കെ അത്രയാണല്ലോ. ഈ ഒരു ചുള്ളി നമുക്ക് അടുത്ത റൗണ്ടിൽ പോയാലോ? യെസ് ഗൈസ് ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് റൗണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ഗോവിന്ദാണ് എടുക്കേണ്ടത്. എടുത്തോളൂ. എന്താ ഫസ്റ്റ് റൗണ്ട് ആണെങ്കിൽ എടുക്കാം. അപ്പൊ ഞാനല്ല സെക്കൻഡ് റൗണ്ട് എടുക്കട്ടെ. അതെ വെളുത്ത നയമാണ് കൊമ്പ. കുറച്ച് എരിവ് വയറ്റിൽ ചെന്നപ്പിക്കും. എല്ലാം മറന്നുപോയോ? നമുക്ക് എനിക്ക് കോട്ടർ കൊമ്പനും കോട്ടർ മനസ്സിലായില്ല. എനിക്കറിയാം. ഞാൻ ഇങ്ങനല്ലേ നിനക്ക് ഒരു പാക്കറ്റ് ഉള്ളിൽ എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ തിരിച്ചു തരും. ആരടി ഉണ്ടാക്കിയത്? സോറി സാന്താക്ലോസ്. 1 2 3 4 5. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് പീസ് നിനക്ക്, 2 പീസ് നിനക്ക്. എന്നാ പിടി. ഒരു പീസ് കുറൂന്. 2 പീസ് നിനക്ക്. പിന്നെ ഒരെണ്ണം ബാക്കിയുള്ളതിന്റെ ഒരു സ്റ്റിക്കും കൂടി ബാക്കിയുണ്ട്. അതിന്റെ പകുതി നിനക്ക്, പകുതി നിനക്ക്. പണ്ട് കുട്ടിക്കാലത്ത് ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുവായിരുന്നല്ലേ? നിങ്ങളെല്ലാരും കഴിക്കും. ഞാൻ ഇതൊക്കെ കണ്ട് കഴിക്കും. നല്ല സാധന. നിങ്ങൾക്ക് എരിവിനൊരു ഇതില്ലേ കണ്ട? ഈ ചലഞ്ച് നടത്തുന്ന ക്രൂ ഉണ്ടല്ലോ, അതായത് ഈ ആങ്കർ ക്രൂ പറഞ്ഞിട്ട് കാര്യമില്ല. ആങ്കർ എല്ലാം ഈക്വൽ ആയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടത്താം. വീഡിയോ വരുമ്പോ ആങ്കർ വേണ്ട ഒരു കാര്യം അങ്ങോട്ടും കൊണ്ട് സംസാരിക്കും. എന്താ മനസ്സിലായി? അവരെന്ന് പറഞ്ഞു സാധനം കൊള്ളത്തില്ല, ആങ്കർ ഭയങ്കര സൂപ്പറാണ്. അപ്പൊ ബോറായിരിക്കും പറഞ്ഞ. അങ്ങനെ തേർഡ് റൗണ്ടില് കൊമ്പനെടുക്കട്ടെ. അല്ല സാധനം അതാ ഞാൻ പറഞ്ഞത്. ഈ ജക്ടർ വരുമ്പോ സാധനങ്ങളെല്ലാം മാറും. ഇത് ഞാൻ ഇവിടെ നിന്ന് വലിച്ചെടുത്ത നല്ല എടുക്ക്. ഇതിന്റെ ഏതെടുക്കണോ അവൻ ഭാഗ്യവാനാണ്. ഇങ്ങനെ ആംഗ്രി ആവേ ബ്രോ ആംഗ്രി ആവോ? എല്ലാരും ഇടല്ല തൊറ. കോട്ടർ
ഭാഗ്യവാൻ ഞാനാണ് അല്ല ഡോഗ് ഇട്ട് അങ്ങോട്ട് കോട്ടൺ കോട്ടൺ ഇനി ഉണ്ടല്ലോ ഇനി ഉണ്ടോ ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് തരും അതിനൊരു സാധനം വരണം അവിടെ വയറെരിയാൻ തുടങ്ങി വയറ് എരിയാൻ തുടങ്ങി ഓക്കെ മോൺസ്റ്റർ എനർജി റെഡ് ബുൾ അല്ലേ വിങ്സിന്റെ സ്പെല്ലിംഗ് എന്താ അറിയോ WNGS സൂപ്പർ ക്വാർട്ടർ എനിക്ക് ബ്രോ അത് ആദ്യം ഹാഫ് ആക്കി ഫുള്ള് ഒഴിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ എടാ എന്റെ തലേന്ന് മാറ്റി വീഴോ കൊമ്പനെ കുളിപ്പിക്കാനാണോ തന്റെ പ്ലാൻ? ബ്രോ ഇതൊക്കെ അളന്ന് ഇവിടെ വീഴുന്ന സാധനം എല്ലാം ഇതൊക്കെ അളന്ന് നമ്മൾ ഇത് കഴിഞ്ഞു ഇതൊന്നും നേരത്ത് പോയി കഴിഞ്ഞാൽ സത്യം പറയല്ലേ ഒരു സ്പൂൺ എടുത്ത് ചിരിപ്പിക്കല്ലേ നമ്മൾ ഇന്നും നല്ല തുടങ്ങുന്നല്ലേ ഞാൻ തുടങ്ങിയിട്ടില്ലേ? ഓ പക്ക സ്കില്ലാണ് കേട്ടോ. ഇതെങ്ങനെ പിടിച്ചു? അളവിലൊക്കെ നമ്മള് എപ്പോഴേ പഠിച്ചു. ഇത് സ്കില്ലടാ കേട്ടോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല മോൺസ്റ്ററിന്റെ രുചി മോശത്തിന്റെ രുചിയല്ല ചുമമരത്തിന്റെ രുചി ഉണ്ടോ അല്ലേ ഇതെന്താടാ ബ്രോ കുടി അതാ എനിക്ക് ഈ പച്ച സാധനം ഇഷ്ടമല്ല പച്ച ഇഷ്ടം സിറപ്പാടാ ഇത് മോൺസ്റ്റർ ഇനി കുറച്ച് ഇതെന്തിനാ മോൺസ്റ്റർ ആണെന്നറിയോ ഇനി കുറച്ച് നേരത്തേക്ക് നിങ്ങളൊന്ന് കുറച്ച് എനർജി ഫൈഡ് ആവണം കാരണം എനർജി ഫൈഡ് അതായത് ജിൽ ജിൽ എനർജറ്റിക് ആണ് അതങ്ങനെയല്ല സിക്സ് പാക്കിന്റെ മറ്റേ നമ്മൾ അമ്പലത്തിൽ വന്നേക്കണേ മണിയടിയുടെ ഒച്ച കേട്ട് അത് കട്ട് ചെയ്ത് കളയണോ വേണ്ട അല്ലെ പിന്നെ മണിയല്ല സാന്താക്ലോസിന്റെ മണിയാണെന്ന് പറയും. എങ്ങനെയുണ്ട് അത് പക്ഷെ ഞാൻ ആഗ്രഹം ഞാൻ നല്ല മേടിച്ചേരാട്ടോ ഞാൻ ആങ്കർ ആകുമ്പോഴാണ് ഇങ്ങനത്തെ പൊട്ട സാധനങ്ങൾ ഇയാൾ ആങ്കർ ആകുമ്പോഴാണ് ഇതെല്ലാം ക്രൂ അല്ലേ മേടിക്കണേ താൻ എന്തിനാ ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കണേ Guys, let's go to the fourth round. Guys, അങ്ങനെ fourth round ഇത് item പിന്നെ മോൺസ്റ്റർ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചുമ്മാ അടുത്ത് വേറെ സാധനം കൊണ്ടുവരാടോ ഇത് ഹെൽത്തി ആണ് ഹെൽത്തി കുട്ടപ്പന്മാരെ ഹെൽത്തി ആക്കണോ സ്റ്റാർട്ട് ചെയ്യും ഞാനൊന്ന് തുറക്കട്ടെ എന്റെ ഭാഗ്യവാനെ ബ്രോ ഇതിന്റെ ഏത് ഹാഫ് വേണ്ട ഇവിടുന്ന് അങ്ങോട്ടുള്ള ഹാഫാണ് ഇവിടുന്നുള്ള ഏത് ഹാഫ് എന്നാലും ഞാൻ കഴിക്കും കത്തി മാറ്റി പിടിച്ചോ ഇയാൾക്ക് ബുദ്ധി വിവരില്ലാത്ത പെർഫെക്റ്റ് ഇത് നിനക്ക് തരണോ ഇത് വേണോ നല്ല സാധനം കൊടുക്കാം ഞാൻ കൊടുക്കുള്ളൂ അത് വലുത് കാരണം ഹാഫിലും വലുത് ഇതാണ് ഒരു ഹാഫില്ല അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കത്തിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് പിള്ളേരുടെ അടുത്ത ഇനി കഴിയും ഓ അതാണ് വേണ്ടത് അതാണോ അത്ര മാസം വേണ്ടായിരുന്നു ഓ അത് ഡബിൾ മാസ് ഇനി എനിക്ക് ട്രിപ്പിൾ മാസാണ് കണ്ട കഴിച്ച നീ കഴിച്ച ബ്രോ നീ ആകെ 3 എണ്ണം കഴിച്ചാൽ മതി ഓരോന്നും വിരലിലിട് എന്നിട്ട് ഓരോന്നും ഇങ്ങനെ കഴിക്കും ബിങ്കോ പോലെ ഇതൊന്നും വേണ്ട എനിക്ക് ഞാനൊരു ഇത് പറഞ്ഞതാണ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് എന്താ നമുക്ക് ചീറ്റോസ് കഴിക്കണ പോലെ കഴിക്കാം വേണ്ട ബ്രോ അതെ നിക്ക് 5 നേരം കൂടി 5 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് നമുക്ക് അടുത്ത പെട്ട സാധനം ഞാൻ വെച്ചുതരാം അടുത്ത സാധനം പെട്ട സാധനം ജിഞ്ചർ അത് നല്ലതാ പരിചയമുള്ളവരെ തന്നെ ഉഞ്ചിക്കുന്നത് നല്ലതാ ഇല്ലടാ ഓരോ സാധനം കഴിയുമ്പോ ഓരോ പണിയില് ഫുള്ള് കഴിക്കുന്നുണ്ടോ Okay guys, let's go to the next round. Guys, അങ്ങനെ 4th റൗണ്ടില് ഗോവിന്ദ് അങ്ങനെ എന്തായാലും കഴിക്കണം നല്ല നല്ല സാധനങ്ങളാണ് 4th അല്ല 5th റൗണ്ട് ബ്രോ 5th റൗണ്ട് ഗൈസ്
ആങ്കറാണ് പോലെ ഇതൊന്നും നമ്മളാകെ 2-3 സ്ഥലത്തിൽ ആങ്കർ ഇട്ടുള്ള നമുക്ക് അതിന്റെ അല്ല ഞാനല്ലേ സെക്കൻഡ് എടുക്കണ്ടേ നീ എന്തിനാണ് അതിന്റെ എടുത്തത് അത് അവനല്ലേ എടുക്കേണ്ടത് അത് എനിക്കാ ഇത് കണ്ണടച്ചെടുപ്പിക്കണ കേട്ടോ. ഞാൻ എടുത്താണ് കൊമ്പൻ എടുത്തത്. അപ്പൊ നോക്കട്ടെ എന്തുണ്ടായിരുന്നു. നീ എല്ലാം തുറക്കേണ്ടത് എനിക്ക് അത് അറിയാം. ക്വാർട്ടർ ഇത് ക്വാർട്ടറാ ഇത് ഹാഫ്. ലക്കി ബ്രോ ലക്കി. നിനക്കറിയാവുന്നോണ്ടല്ലേ നീ ഇതിനകത്ത് നോക്കിയത് select ചെയ്തത്? എനിക്കറിയാം, ഞാൻ ഇവിടെ കണ്ടു ആപ്പാണെന്ന്. അതെ അത് ഇങ്ങനെ നീ കണ്ടോണ്ടല്ലടാ എന്തായിരിക്കും അതെ കഴിഞ്ഞ റൗണ്ട് പാവയ്ക്കായിരുന്നില്ലേ അപ്പൊ ഈ റൗണ്ട് എന്തായിരിക്കും എന്ത് കിട്ടിയാലും ഈ റൗണ്ട് ഞാൻ പറയട്ടെ, ഈ റൗണ്ട് എന്തായാലും നല്ല ഫുഡ് ആയിരിക്കും. ആണോ അത്രയ്ക്ക് വിശ്വാസമാണോ എന്നെ അയ്യോ അപ്പൊ ഞാൻ വിട്ടത്. അത് വിട്ടു വിട്ടു. അപ്പൊ ഞാൻ പറയട്ടെ, കള്ളനെ നമ്പിയത് നിന്നെ നമ്പല്ലായിരുന്നാ. നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ട്. നല്ല സാധന ബർഗർ. ആർക്കൊക്കെയാണ് ഹാഫ് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയല്ല ഒറ്റ ഹാഫ്. ഒറ്റ ഹാഫേ ഉള്ളൂ. അത് KMC കൊമ്പന. അവൻ മുറിച്ചോളൂ. അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, 19 വയസ്സില്ലേ. വേണ്ട കേട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. അതെ നീയൊന്നും എന്നെ പഠിപ്പിക്കാറായിട്ടില്ല കേട്ടോ. അതാ. ആർക്ക് ഹാഫ്? എനിക്ക് ഹാഫ്. ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ക്രിസ്മച്ച മറ്റേ നോക്കി എടുത്തായിരുന്നു ആ സാധനം. അതുകൊണ്ട് തന്നെ ഞാൻ അവന്റെ മേടിച്ചേ. അവന് കറക്റ്റ് അറിയാം ഹാഫ് ഏതാന്നുള്ളത്. നല്ല സ്മെല്ല്. കഴിക്കി എന്റെ കുട്ടപ്പന്മാര് പാവയ്ക്ക കഴിക്കാം. അതിനെന്താ വൈനോട്ട് എങ്ങനെയുണ്ട് ബണ്ണ്? അവനാകെ പാകം ഒരു ഇത് കിട്ടിയല്ലോടാ പാവം. പക്ഷെ ഇതില് ഭാഗ്യവാൻ കൊമ്പനാ. കഴിഞ്ഞ റൗണ്ട് പോലെ തന്നെ ഇവന് നിനക്ക് ഹാഫ് മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കണത്. എന്താ ഇതിപ്പോ ഞാൻ അവന്റെ അടുത്ത് മേടിച്ച തിരിച്ചു മേടിച്ചതാ. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ നല്ല സാധനം വരുമെന്ന്. ബ്രോക്ക് അപ്പൊ നല്ല മനസ്സൊക്കെ ഉണ്ടല്ലേ? യെസ്. ഗ്രാഫ് ആൾറെഡി കയറ്റാൻ ഉണ്ടായിരുന്നു. ഇത് ജക്ടർ നടത്തുന്ന ചലഞ്ചാ. ഇവിടെ മോൺസ്റ്റർ വരും, ബർഗർ വരും, ചിലപ്പോ പാവയ്ക്കും വരും, മിളക് വരും. എന്താ സ്പെഷ്യല്? പക്ഷെ എന്നാലും താങ്കളുടെ പാവയ്ക്കയും മുളകൊന്നും വീഴ്ചത് പക്ഷെ കറക്റ്റ് അല്ല. വീതിച്ച ഞാൻ എന്റെ വീതം എന്ന് പറയുന്നത് കറക്റ്റ്. കാരണം ഞാൻ ഈക്വൽ ആയിട്ട് എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്ന ഒരാളാണ്. അത് നല്ലതാ. സൂപ്പർ സാധനം. ഇവന് നല്ല ചീസിന്റെ ഇത് കിട്ടി കേട്ടാ. ഓ കൊതിയാവണു എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കൊതിയില്ല. നിങ്ങൾ കഴി. So guys, let's go to the 6th round. കണ്ണടച്ചിട്ടില്ലേ? കണ്ണടച്ചിട്ട് കാരണം ഇത് ആകെ 3 ഓട്ടമുള്ളൂ. കണ്ണടച്ചെന്ന് പറയുമ്പോ ക്രിസ്റ്റിന്റെ മുഖം വല്ലാണ്ട്. കണ്ണടച്ചിടണം. അവൻ കണ്ണടച്ചില്ല കേട്ടോ ബ്രോ. നീ കണ്ണടച്ചില്ലേ ബ്രോ? ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം കേക്ക്, അതാണ് അതിന്റെ ഒരു ഭംഗി. എടുത്ത് ക്വാർട്ടർ എനിക്ക് ആക്ച്വലി പ്ലം കേക്ക് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനം. സങ്കടത്തിന്റെ അല്ല, എനിക്ക് ഇഷ്ടമല്ല. ഉണ്ടോ മറ്റേ കേക്ക് ഞാൻ പിന്നെ കഴിക്കും. ഇവര് എന്ത് കഴിക്കാൻ വന്നാലും മുൻകൂട്ടി കേട്ടാ. സത്യമായിട്ട് ഒരു സാന്റാക്ലോസ് ഇന്ന് മുറിക്കുന്നവരുണ്ട്. ഇതിനുമ്പ് സാന്റാക്ലോസ് മുറിച്ചിട്ടുണ്ടോ ചോദിക്കാൻ പറ്റൂലേ? ഇപ്പൊ വയറൊന്നും എന്റെ തോളിലാണ് തന്റെ വയറെല്ലാം ചാരി ഇത്ര നേരം. എടുത്തോളൂ. ഹാഫ് ക്വാർട്ടർ ഹാഫ് ഞാൻ ആലോചിക്കും മാറിപ്പോയോ ഇങ്ങനെ പിടിക്കണം. ഇവനത് ഇങ്ങനെ ഇവിടെ ഞാൻ കണ്ടിട്ട് വേറെ പീസൊക്കെ എനിക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ ഇഷ്ടം. അയ്യോ പിന്നെ കയ്യിൽ പിടിച്ച് കഴിക്കേ ബ്രോ, അതതിന്റെ ഭംഗിയിൽ കഴിക്കേ. ഇതിനി കുഴച്ചിട്ട് ഒരു പിടി മീൻചാറിന്റെ കൂടെ അല്ലേ? ഇപ്പാണത്. ഞാൻ ചോറും മനസ്സിലാക്കി കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വെറൈറ്റി കോമ്പിനേഷൻ കമന്റ് ആർക്കാണ് ഏറ്റവും വെറൈറ്റി നോക്കണേ. എടാ പ്ലം കേക്ക് ഉണ്ടല്ലോ വൈനിലൊക്കെ മുക്കി കഴിക്കണം, അതാണ് അതിനൊരു ടേസ്റ്റ്. നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ വൈൻ സെറ്റ് ചെയ്താലോ? അത് നമുക്ക് വീട്ടോക്ക് സ്റ്റോറീസിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അത് നമ്മളെന്തായാലും പ്ലാൻ ചെയ്തല്ലേ. നമുക്ക് എന്തായാലും നമ്മളെല്ലാ പ്രാവശ്യം നമ്മളെല്ലാ പ്രാവശ്യം ചെയ്യുന്നതാ. അപ്പൊ പിന്നെ അതിന്റെ സ്റ്റോറീസും ക്രിസ്മസിൽ അൽഫാമോ കോമ്പിനേഷൻ ഉണ്ട്. എന്തോ അൽഫാമും വൈനും പറ്റില്ല. അപ്പം വൈനും അൽഫാമും വൈനും അപ്പും ചിക്കനും ബീഫും പോർക്കും ആടും അതൊന്നും എനിക്ക് താല്പര്യമില്ല. ചിക്കൻ മാത്രം മതി. ചിക്കൻ കറി നല്ല അപ്പം. ചിക്കനും ബീഫും പോർക്കും. ബീഫ് എനിക്ക് വേണ്ട. ബീഫ് പോർക്ക് വേണം, എന്നാലേ ക്രിസ്മസിന്റെ ഒരു സെറ്റപ്പ് ആവുള്ളൂ.
നമ്മളൊക്കെ അങ്ങനെയാ ജീവജാലങ്ങളെ കൊന്നു തിന്നാൻ പാടില്ല. അപ്പൊ ചിക്കന് കുഴപ്പമില്ലല്ലേ? അത് പറക്കുന്ന തന്നെയല്ലേ? അപ്പൊ ബാക്കിയുള്ളവരോ 4 കാലം കഴിഞ്ഞ പോണവരല്ലേ? 2 കാലികളെ തിന്നാ. അപ്പൊ നിനക്ക് 2 കാലം. അപ്പൊ മീനൊക്കെ നമ്മൾ തിന്നു അവർക്ക് കൈ കാല് പോലും അയ്യോ മീനും തിന്നാനേ പാടില്ല. കൊള്ളാം, സൂപ്പർ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. കിളിമീൻ ഇന്നലെ കിടന്നിട്ട് അത് കിളിയാ, ഞാൻ പറഞ്ഞില്ലേ പറക്കുന്നതിന് തിന്നാന്ന്. Guys, let's go to the next round. Guys, അങ്ങനെ last round ല് വന്നേക്കണ item. അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കറിയാം രണ്ട്, നാല്, ആറ്, സെറ്റ് ചെയ്ത് വെച്ചു. 2 കണ്ണെടുത്ത് കുടിക്കിട്ട് കയ്യിലളവ് വെച്ചിട്ടുണ്ടോ? എനിക്ക് ഹാഫ്. കൊമ്പന് ഫുള്ളാ. തുറക്ക്. എനിക്ക് ഫുള്ളാ. തുറക്ക്. ക്രിസ് വർക്ക്. ഇവിടെ ഈ സാധനം മടങ്ങിയിരിക്കണ്ടേ? എനിക്ക് ഹാഫ് ആണെങ്കിൽ ഇവന് ഇത് അറിയാം കേട്ടോ. ക്രിസ് തുറക്ക്. കോട്ടാ. ഗോവിന്ദ് തുറക്ക്. അയ്യോ ഇത് ക്വാർട്ടർ ആയിരിക്കുമോ? ഇവിടെ മണ്ട ഹാഫ് ക്വാർട്ടർ ആയില്ലടാ. അപ്പൊ നിനക്ക് ആങ്കറിനെ മാറ്റി ഫുള്ളെന്നൊക്കെ പറയുന്നു. ക്വാർട്ടറും ഹാഫും മാത്രമേ ഉള്ളൂ കളിയില്. ഇയാള് ഫുള്ളെന്നൊക്കെ ഫുള്ളെടുത്തോട്ടെ. ഫുള്ളെന്നല്ലേ പറഞ്ഞേ? ഫുള്ളെടുത്തോട്ടെ. അതെ, ഈ ഫുള്ളിലാണ് ക്വാർട്ടർ മാറ്റി എടുക്കണത്. വിഷമുണ്ടോ? വിഷമുണ്ടാവും. പിന്നെ നിനക്കല്ല എല്ലാ പ്രാവശ്യം നീ 2 പീസ് എടുത്തു. എന്റെ 4 പീസ് ഞാൻ എടുക്കട്ടെ. അത് നീ അതിൽ വെച്ച് കഴിച്ചോ? എന്തിനാണ് എങ്ങനെയുണ്ട്? ഞാനിങ്ങ എടുത്ത് ഇതേതാ ഫ്ലേവർ എന്നറിയോ? സ്പെഷ്യൽ നോൺ വെജ് മാർഗരറ്റി വിത്ത് കോൾഡ് അങ്ങനെ എന്തൊക്കെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല. ഞാനത് മൊത്തം പറയുന്നിപ്പോ അറിയില്ല പറയാനായിട്ട്. അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് പിസ്സ അധികം ഞാൻ കാര്യം പറഞ്ഞത്. അതെ, എനിക്ക് ഇതിന്റെ പൊക്കത്ത് തന്നെ പറ്റിയ പൊടി വേണം. ഓ എന്തിനാ ഇത്രയും? ബ്രോ എന്താണെന്നറിയില്ല, ഞാൻ സൂര്യത്തിന് എടുത്തതാ. എത്ര ഞാൻ നോക്കിയില്ല. വേണമെങ്കിൽ ആങ്കറിന്റെ സ്പെഷ്യൽ ഓഫർ ഉണ്ട്, ഞാൻ സർവ് ചെയ്ത് തരും. ഞാൻ ഒരു സാന്താക്ലോസ് വൈബായില്ലേ, വരുന്നു ഗിഫ്റ്റുകൾ വരുന്നു പോകുന്നു. അത് ചെക്ടർ, അത് ചലഞ്ചിന്റെ ചെക്ടർ. അപ്പൊ ഈ ഒരു ചലഞ്ച് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഓണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, സെറ്റായിരുന്നു. കൊമ്പൻ വളരെ ഗോവിന്ദ് നല്ല ആങ്കർ ആയിരുന്നു. പിന്നെ ഫുഡും കൊള്ളായിരുന്നു. എനിക്ക് വേണ്ടാത്ത സാധനത്തിനെല്ലാം ഭയങ്കര പാർഷ്യാലിറ്റി ആങ്കർ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇന്നത്തെ ആങ്കറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അത്രയും ഇഷ്ടമായി. ഇതുവരെ കണ്ടില്ല. പറയില്ലടോ പട്ടി. ഇഷ്ടപ്പെട്ട പുതിയൊരു